MP മാർ, തമിഴ്നാട് മധുരയിലെ MP, തമിഴ്നാട് ഗിണ്ടിഗലിലെ MP, രാജസ്ഥാനിലെ സിക്കറിലെ MP, ഈ 3 MP മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് MP മാരായവരാണ്. പൂർവ്വകാലത്തേക്ക് പോകണ്ട. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാകുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ? മുഖ്യമന്ത്രി വിശദീകരിക്കണം. അപ്പോൾ നാളിതുവരെയുള്ള ഈ ഇലക്ഷനിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, മത്തായി ചാക്കോ മരണപ്പെട്ട ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസിന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തത് പൊതുസമ്മേളനം വിളിച്ചിട്ടാണ്. എല്ലാ മീഡിയ പ്രവർത്തകരെയും സാക്ഷി നിർത്തിയിട്ടാണ്. അന്നത്തെ ഹൽക്ക അമീർ ടി ആരിഫ് അലി സാഹിബ് ജോർജ് എം തോമസിനുള്ള പിന്തുണ പരസ്യമായിട്ടാണ് പൊതുസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത്. അന്നൊന്നും പറയാത്തൊരു വർത്തമാനം 2019 രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയ തലത്തിൽ സംഘപരിവാറിന് തടയിടുക എന്ന വളരെ കൃത്യമായ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി മറുഭാഗത്തേക്ക് പോയതിന്റെ പേരിലാണ് ഇപ്പോൾ മൈനോറിറ്റിയെ ഒന്നടങ്കം ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം CPM കളിക്കുന്നത്. പാലക്കാട് എന്താ സംഭവിച്ചത്? പാലക്കാട് CPM എന്നോ കോൺഗ്രസ് എന്നോ എന്നത് മാത്രമല്ല മൈനോറിറ്റിയുടെ പ്രശ്നം. കേരളീയ സമൂഹത്തിൽ BJP അധികാരത്തിലോ അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിലോ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് ദേശീയ അനുഭവം മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നിർബന്ധ ബുദ്ധിയ ജമാഅത്തെ ഇസ്ലാമി എന്നോ മറ്റേത് സംഘടന എന്നോ വ്യത്യാസമില്ലാതെ BJP രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ വിജയിക്കാൻ പാടില്ല. കേരളത്തിന്റെ നിലവിലുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിന് അത് കോട്ടം തട്ടിക്കും. ഇത്